ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എൻ്റെ ചാനലായ ഹരേ കൃഷ്ണ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് ഈ ഒരു നിമിഷം പറയാനുള്ളത്. അതായത് നിങ്ങളുമായിട്ട് പിരിഞ്ഞു പോയ, നിങ്ങളിൽ നിന്ന് അകന്നു പോയ നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് ഈ ഒരു നിമിഷം പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. അത് നിങ്ങളുമായിട്ട് പ്രണയത്തിലുള്ള ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാവാം, ആരുമാവാം. തീർച്ചയായിട്ടും അവർ ഈ ഒരു സമയത്ത്, പക്ഷേ അവർ ഇപ്പോൾ നിങ്ങളോട് കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് ഈ ഒരു സമയത്തിൽ പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഞാൻ വീണ്ടും പറയുവാണ്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റീഡിംഗ് നോക്കാം. അപ്പം റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് 5 പ്രാവശ്യം ഡീപ്പ് ബ്രെത്ത് എടുത്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം ആലോചിച്ച് നമ്മൾ ഈ റീഡിംഗ് കാണുക. തീർച്ചയായിട്ടും അവരുടെ രൂപമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു റെസണേറ്റ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ഈ വീഡിയോ കാണുക. നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് നോക്കാം. അതായത് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത് നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയുടെ കൂടെ പോയൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയുടെ കൂടെ പോയൊരു വ്യക്തിയുടെ എനർജി വരുന്നുണ്ട് ഇവിടെ. അതായത് ഇവിടെ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് കൊണ്ടാണ് നിങ്ങളുടെ ബന്ധം എൻഡായിപ്പോയെന്നാണ് കാണുന്നത്. അങ്ങനെ ഒരു വ്യക്തികളാണ് കൂടുതലും അവരുടെ ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് അതായത് ഇവിടെ 2 വ്യക്തികളുള്ളതായിട്ട് കാണുന്നുണ്ട്. ആ പേഴ്സൺ ഒരേ സമയം തന്നെ 2 പേരെ ഡീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ 3 നമ്പർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ. റീഡിങ്ങിൽ 3 നമ്പർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തേർഡ് പാർട്ടി, ഞാൻ രാവിലെ ഒരു റീഡിങ് ഇട്ടായിരുന്നു. തേർഡ് പാർട്ടിയിൽ അവരൊരുപാട്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ഒരു റീഡിങ്. തീർച്ചയായിട്ടും അതിൻ്റെ എനർജി നല്ല വരുന്നുണ്ട്, ആ ഒരു റെസൊനേറ്റ് ആവുന്നുണ്ട് അതിൻ്റെ ഒരു. അപ്പോൾ ആ റീഡിങ് കൂടെ ഒന്ന് നിങ്ങൾ പോയി കേൾക്കണം കേട്ടോ. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ഒരു റീഡിങ്. അങ്ങനെ ഒരു എനർജിയാണ് വരുന്നത്. അപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള ആ ഒരു വ്യക്തി ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊട്ട് ഹാപ്പി അല്ലാത്തത് കൊണ്ട് അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങളുടെ അടുത്ത് അത്രത്തോളം ഒരു അട്രാക്ഷനുണ്ട്. അല്ലെങ്കിൽ നിങ്ങളവരെ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. അവരെവിടെയൊക്കെ പോയാലും നിങ്ങളെപ്പോലെ ആരും അവരെ മനസ്സിലാക്കിയിട്ടില്ല. അത്രയ്ക്ക് അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്. തേർഡ് പാർട്ടിയുടെ ചന്തം കണ്ടു പോയ വ്യക്തിയാണ്. തേർഡ് പാർട്ടിയുടെ സൗന്ദര്യം കണ്ട്, അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് കണ്ട് പോയൊരു വ്യക്തി ഇപ്പോൾ പെട്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പം ആ ഒരു പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരതിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി റിലേഷനിൽ നിന്ന് അവസാനിപ്പിച്ച് നിങ്ങൾക്കൊരു നീതി തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് ഭയങ്കര അട്രാക്ഷനാണ് തോന്നുന്നത് ഈ ഒരു ബന്ധത്തിന്. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ കെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളിലൊരു കുഞ്ഞിനെയൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളൊരു കുഞ്ഞൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അവർക്ക് വീണ്ടും ഒരു കുട്ടി നിങ്ങളിൽ ഉണ്ടാവണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയ്ക്കും, അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യണം, അത്രമാത്രം നിങ്ങളെ കെയർ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരാകെ ഒരു തകർന്ന അവസ്ഥയാണ്. പക്ഷേ അവർക്ക് പേടിയുണ്ട്, നിങ്ങൾ വന്നാൽ സ്വീകരിക്കുമോ. ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വീകരിക്കുമോ എന്നവർക്കൊരു പേടിയുണ്ട്. മുൻപ് നിങ്ങളെ വഞ്ചിച്ചൊരു വ്യക്തിയാണിത്. തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളെ ഇട്ടിട്ട് പോയൊരു വ്യക്തിത്വമാണ്. അപ്പോൾ അവർക്ക് പേടിയുണ്ട്. അതുപോലെ നിങ്ങൾ പോയതോടുകൂടി അവരുടെ ലൈഫും ഒരുപാട് സ്റ്റക്നെസ് വരുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യത്തിലും.
നിങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അതുപോലെ നിങ്ങളുടെ മനസ്സ് കാണാൻ ആ ഒരു വ്യക്തിക്ക് സാധിച്ചില്ല. ഒരു ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയൊക്കെ വന്നിട്ട് നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ആ ജെനറസ് ആയിട്ടുള്ള നേച്ചർ, ആ ഒന്നും പ്രതീക്ഷിക്കാതെയുള്ളൊരു സ്നേഹമൊന്നും അവർക്ക് മറ്റൊരിടത്തുനിന്നും ലഭിച്ചതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് കൂടിയാണ് അവർ തിരികെ വരുന്നത്. എത്ര പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് നിങ്ങളിലേക്ക് എത്താനാണ് ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. ഒരു നൊസ്റ്റാൾജിയാണ് നിങ്ങളെന്ന് ഓർക്കുമ്പോൾ അവർക്ക്. ജീവിതത്തിൻ്റെ ഒരു പ്രണയമൊക്കെ തോന്നുന്ന സമയം. നിങ്ങൾ വിവാഹം കഴിച്ചവരാണെങ്കിലും ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ പ്രണയം തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. വിവാഹം കഴിക്കാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിവാഹത്തിലേക്കൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു ഹൃദയഭേദകമായ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന് നല്ല രീതിയിലുള്ള പണി കിട്ടിയിട്ടുണ്ട്. അവരെ സമൂഹത്തിന് മുന്നിൽ തെറ്റുകാരനാക്കി തീർത്തിരിക്കുകയാണ് തേർഡ് പാർട്ടി. പക്ഷെ നിങ്ങൾ ഒരു പരിതാപവും നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല, അറിയിച്ചിട്ടില്ല. നിങ്ങൾ അവരുടെ കുടുംബം നല്ല രീതിയിൽ നോക്കി, മക്കളെ നോക്കി, അവരെ നോക്കി, അവരുടെ കൂടെയുള്ള അവരുടെ മാതാപിതാക്കളെ നോക്കി, അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ളവരെ നിങ്ങൾ കെയർ ചെയ്തു. പക്ഷെ അതുപോലെയൊന്നും ആർക്കും പറ്റില്ല. നിങ്ങൾക്ക് പകരമാവാൻ ആർക്കും പറ്റില്ല എന്ന് അവർ തിരിച്ചറിയുന്നൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോടൊരു ഡീപ്പായിട്ടുള്ളൊരു സ്നേഹം വരുന്നുണ്ട്. ഒരു കപ്പ് ഓഫർ ചെയ്യുകയാണ്. അവർ ഇമോഷണലി ഒരുപാട് തകർന്നിരിക്കുകയാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടികൾ നേരിട്ടൊരു വ്യക്തിയായിട്ടാണ് അവരെ കാണുന്നത് ഇപ്പം. അതുകൊണ്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു തീരുമാനം നിങ്ങൾക്കായി എടുത്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് കുറച്ച് കാർഡും കൂടി എടുക്കാം. ഇപ്പോൾ അവർ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അതായത് അവർക്ക് ചുറ്റും അവരുടെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ നിങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാനാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇപ്പോഴവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടൈഡ് അപ്പ് സിറ്റുവേഷനാണ്. മൊത്തത്തിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതായത് ഇപ്പം എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അവർ നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ബന്ധം ഒരു 6 വീക്സിനുള്ളിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് സ്നേഹമാണ്. ഒരു കിങ് ഓഫ് കപ്സ് ആണ്. വളരെ സ്നേഹസമ്പന്നനാണ് ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ സമ്പന്നയാണ്. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരും. വേൾഡ് കാർഡൊക്കെ വന്നിട്ടുണ്ട്. അവരൊരുപാട് വിഷമിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിനൊരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളില്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല. അവരുടെ മനസ്സിൽ നിറയെ നിങ്ങളോടുള്ള സ്നേഹമാണ്. ഇത്രയും കാലം അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു നിങ്ങളിലേക്ക് എത്താൻ. പക്ഷേ ഇപ്പോൾ അവർ ആ ഒരു ധൈര്യമൊക്കെ സംഭരിച്ചതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ ഒരർത്ഥം നിങ്ങളെ സ്വന്തമാക്കുമ്പോഴാണ് ലഭിക്കുന്നതെന്നൊക്കെ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. എന്ത് വില കൊടുത്തും നിങ്ങളുടെ സ്നേഹം അവർക്ക് സ്വന്തമാക്കണം എന്നവരാഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് കിട്ടാക്കനിയാണ്. പലയിടത്തും അന്വേഷിച്ചു അതുപോലുള്ളൊരു സ്നേഹം, പക്ഷെ ആരും അത് കൊടുക്കുന്നില്ല. അത് മനസ്സിലാക്കി ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. അവരിപ്പോൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്നുണ്ട്. ഒരു 8 ഓഫ് സോഡ് എനർജി വന്നിട്ടുണ്ട്. അവർ ഈ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷനിലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ അത്രത്തോളം ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ലൈഫിലേക്ക്. അപ്പം കുറച്ച് കാർഡും കൂടെ എടുത്ത് നോക്കാം. അതായത് നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊരു പ്രതീക്ഷയുണ്ട് ഇപ്പോഴും നിങ്ങൾ അവരെ സ്വീകരിക്കുമെന്ന്. ഒരു സ്നേഹസമ്പന്നനാണ് ആ ഒരു വ്യക്തി. അതുപോലെ അവർക്ക് ഒരുപാട് നിങ്ങളുടെ അടുത്തൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. ഒരു ഫിസിക്കൽ നിങ്ങളുടെ അപ്പിയറൻസ് ഒക്കെ, നിങ്ങൾ ഒരുപാട് സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളുടെ ലുക്കൊക്കെ മാറി. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു അട്രാക്ഷൻ നിങ്ങളോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബന്ധത്തിനൊരു ലൈഫ് ലോങ് സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പ്രത്യാശ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ.
ആ ഒരു വ്യക്തി ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്, ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സ് നിറയെ നിങ്ങളാണ്. ഈ ഒരു സമയത്ത് സ്നേഹമാണ് അവർക്ക് നിങ്ങളെ, ഈ ഒരു കപ്പിനുള്ളിൽ നിറയെ നിങ്ങളോടുള്ള സ്നേഹമാണ്, ഒരു സ്റ്റേബിളായിട്ടുള്ള സ്നേഹം. കാര്യം അവർ പഠിച്ചു, കുറേ പാഠങ്ങൾ പഠിച്ചു, തേർഡ് പാർട്ടിയുടെ കൂടെ പോയി കുറേ പാഠങ്ങൾ ആ ഒരു വ്യക്തി പഠിച്ചു, മനസ്സിലാക്കി. അതായത് ഞാൻ ഒരു മാണിക്യത്തെ കളഞ്ഞിട്ടാണ് ഞാൻ കരിക്കട്ടയെ തേടിപ്പോയത്, അങ്ങനെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട്, അങ്ങനെ അവർ തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ നിങ്ങളിലേക്ക് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ റീഡിങ് ഇഷ്ടപ്പെടാമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും ഒരു റീഡിങ്ങിൽ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഇതുവരെയും കൂട്ടാക്കാത്തവരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത വിട്ടുകളയുക. ഇതൊരു ഏജ്ലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ഏത് സമയമാണോ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കത് റെസണേറ്റ് ആവുന്നതാണ്. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു റീഡിങ്ങിൽ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.